പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ആരോടെങ്കിലും കമ്പയർ ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ ആരോടെങ്കിലും താരതമ്യം ചെയ്തിട്ടുണ്ടോ? അതോ നിങ്ങൾ മറ്റുള്ളവരെ പരസ്പരം താരതമ്യം ചെയ്യാറുണ്ടോ? ഈ താരതമ്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും അത് മനുഷ്യ മനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന്? ഇപ്പം കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ താരതമ്യപ്പെടുത്തുക അല്ലെങ്കിൽ ഉപമിക്കുക. മലയാളത്തിലെ ഉപമാലങ്കാരത്തിൻ്റെ ലക്ഷണത്തിൻ്റെ കൂടെ നമ്മൾ പറയുന്നുണ്ട്, മനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻ മുഖം. ചന്ദ്രബിംബം വളരെ മനോഹരമാണ്, ഗംഭീരമാണ്. അതുപോലെ മഹാരാജാവിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ മുഖവും വളരെ ഗംഭീരമാണെന്ന് ഉപമിക്കുമ്പോൾ, ശ്ലാഘിക്കുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് വർദ്ധിക്കും, അദ്ദേഹത്തിന് വളരെ സന്തോഷമാവും, അദ്ദേഹത്തിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ ഉഷാറാവും. അതേസമയം നെഗറ്റീവ് കമ്പാരിസണും വരുന്നുണ്ട്. പോസിറ്റീവ് കമ്പാരിസൺ ഒരു മോട്ടിവേഷൻ നൽകുന്നത് പോലെ നെഗറ്റീവ് കമ്പാരിസൺ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്നത്. അതായത് ഒരു കുട്ടി മറ്റൊരു കുട്ടിയോട് കമ്പയർ ചെയ്യുമ്പോഴോ, രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ മാർക്കിന്റെ കാര്യത്തിൽ കമ്പയർ ചെയ്യുമ്പോഴോ, അധ്യാപകർ കുഞ്ഞുങ്ങളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴോ അവരുടെ മനസ്സിനെ അതൊരു ആഘാതമാണ്. അത് ചിലപ്പോൾ ഒരു ആങ്ഷൈറ്റി ആയിട്ട് മാറാം, ചിലപ്പോൾ അതൊരു ജലസി ആയിട്ട് മാറും, മറ്റുള്ളവരോട് അസൂയയായിട്ട് അതങ്ങ് മാറിയെന്നിരിക്കാം. അതുപോലെ അതൊരു ഡിപ്രഷനിലോട്ട് അവരെ നയിക്കാം, ദേഷ്യമായിട്ട് മാറാം, പിന്നെ അത് ആത്മഹത്യാ പ്രവണതയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇപ്പം നേരത്തെ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കുട്ടിയെ കൊണ്ടിവിടെ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയാണ്, പൊക്കം അല്പം കുറവ്. അവരുടെ കുടുംബത്തിൽ വളരെ വൈകിയ പൊക്കം വെക്കത്തുള്ളൂ, അങ്ങനൊരു ഹിസ്റ്ററിയുള്ള കുടുംബം. ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് സാധാരണ കൂട്ടുകാരുടെ അത്രയും പൊക്കമില്ല. ആ കുട്ടിക്ക് മാനസികമായൊരു ബുദ്ധിമുട്ട് തോന്നരുത് എന്ന് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞു വന്നപ്പോൾ എന്ത് പറ്റി, ഈ കുട്ടിയുടെ അച്ഛനോട് തന്നെ ഞങ്ങൾക്ക് സംസാരിക്കേണ്ടി വന്നു. അദ്ദേഹം 10ാം ക്ലാസ് കഴിഞ്ഞിരുന്ന കാലത്ത് ഇതുപോലെ NCC ചേരാനായിട്ട് വളരെ താല്പര്യമായിരുന്നു. അപ്പോൾ കോളേജിൽ ചെന്നു NCCക്ക് കുട്ടികളെ ചേർക്കാനായിട്ടുള്ള ക്ലാസ് 100-90 പേരുള്ള ഒരു ക്ലാസ്സിലേക്ക് NCCയുടെ അധ്യാപകൻ കടന്നു വന്നു. അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് വളരെ ഉഷാറായിട്ട് കടന്നു വന്നു. എല്ലാ കുട്ടികളും എഴുന്നേറ്റു, ഒന്ന് മൊത്തം നോക്കി, സിറ്റ് ഡൗൺ, എല്ലാവരും ഇരുന്നു. ഒരു കുട്ടിയെ മാത്രം, അതായത് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ അച്ഛന് കുട്ടിയായിരുന്ന കാലത്തെ കഥയാണ് പറയുന്നത്. ആ കുട്ടിയെ മാത്രം ഇങ്ങനെ വിരട് കാണിച്ചു. അപ്പോൾ ആ കുട്ടി എഴുന്നേറ്റു, ഇങ്ങനെ വിരട് കാണിച്ചു, പുറത്തേക്ക് പൊക്കോളാൻ. ആ ഒരു കുട്ടിയെ മാത്രം കയറ്റവിട്ടടിച്ചു. മറ്റൊന്നുമല്ല, കാരണം ബാക്കിയുള്ള കുട്ടികളെ അപേക്ഷിച്ച് ആ കുട്ടിക്ക് പൊക്കം കുറവായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫാമിലിയുടെ ഹിസ്റ്ററി, അതെന്നെ കുഴപ്പം. പക്ഷേ അങ്ങനെ ആ കുട്ടി പുറത്തോട്ട് പോകുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിനുണ്ടാകുന്ന ആഘാതം എത്രയാണെന്ന് അന്ന് അങ്ങനെ ചെയ്ത ആ അധ്യാപകൻ ഓർക്കുന്നുണ്ടോ? അന്ന് ആ ചുറ്റിനും ഇരുന്ന മറ്റു കുട്ടികൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ ആ കുട്ടി ഇന്ന് അച്ഛനായിട്ട് ഇരിക്കുമ്പോഴും ആ മനസ്സിൽ ആ മുറിവ് ഉണങ്ങിയിട്ടില്ല. ഇപ്പോൾ ആ കുഞ്ഞിന് ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു വേദന വരുമോ എന്ന് വിചാരിച്ച് ഒരു കോൺഫിഡൻസ് കൊടുക്കുവാനായിട്ടാണ് ഞങ്ങളുടെ അടുത്ത് എത്തിയത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായത് ഇതാണ്, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കമ്പാരിസണിൽ കൂടി ആ മനസ്സിനേറ്റ ഒരു മുറിവ് ഇന്നും ഉണങ്ങാതെ നീറി നിൽക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, അന്ന് ആ ഒരു സമയത്ത് എനിക്ക് ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ തോന്നിയെന്ന്. പക്ഷെ അന്ന് അങ്ങനെ ചെയ്യാതെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടത് കൊണ്ട് ഇന്ന് ഈ നിലയിൽ എത്താൻ നല്ല പൊസിഷനാണ് അദ്ദേഹത്തിന്. ഇപ്പം നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല പൊസിഷനുണ്ട്, സാമ്പത്തികമായി നല്ല രീതിയിൽ ജീവിക്കുന്നു. ആ ഒരു സംഭവമാണ് താരതമ്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ. കാരണം സ്കൂൾ തുറക്കുകയാണ്, കുട്ടികൾ സ്കൂളിലോട്ട് പോകുന്നു, സമൂഹം പല രീതിയിലാണ് ഇവരെയെല്ലാം വീക്ഷിക്കുന്നത്, അധ്യാപകർ കുട്ടികളെ കാണുന്നുണ്ട്. ഈ ഒരു സമയം ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.